കോഴിക്കോട് KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഒക്കെ ഓടുന്നുണ്ടോ? നിരത്തിൽ പൊതുജനങ്ങളുണ്ടോ? ഏറെ ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്ക് ഈ സമരത്തോടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ എന്താണ് സ്ഥിതി? മോദി, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണുള്ളത്. ഇവിടെ വളരെ ചുരുക്കം ഓട്ടോറിക്ഷകൾ മാത്രം ഓടുന്നുണ്ട്. വലിയ പ്രതിസന്ധി തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മുറ്റത്ത് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാണ് എല്ലാവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള സ്റ്റാഫുകളൊക്കെയാണ്. ഇനി നിങ്ങൾ എങ്ങനെ പോകുന്നത്? ആംബുലൻസ് മെഡിക്കൽ കോളേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആംബുലൻസിലാണ് ഇപ്പോ ഈ പണിമുടക്കാണ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ ആംബുലൻസിൽ പോകാന്നുള്ള ഉറപ്പിൽ വന്നാണോ? ആംബുലൻസ് പോവാൻ അത് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ വന്നതാണ്. അല്ലാണ്ട് ഇപ്പം ഞങ്ങൾക്ക് എത്തിച്ചേരാനുള്ള വേറെ വഴികളൊന്നും ഇല്ലല്ലോ. നേരത്തെ വന്നോ? എത്ര സമയമായി? കുറച്ച് നേരമായി വന്നു. കുറെ സമയം നിൽക്കുന്നത്? കുറച്ച് നേരമായി. ഇതിലിപ്പോ എത്ര മെഡിക്കൽ കോളേജിലേക്കുള്ള എത്ര ജീവനക്കാർ ഇവിടെ ഉണ്ട്? എത്രയുണ്ട്? 20 ആൾക്കാരുണ്ട്. 25 പേരെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ ഇതേ മാർഗത്തിൽ പോകാനാണോ? അതെ, ആംബുലൻസിൽ തന്നെ പോകാൻ വേണ്ടിയാ. സജ്ജീകരണം ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ, അപൂർവമായെങ്കിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ടോ? ദൂരത്തുനിന്നുള്ള വരുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞ് ഇതിൻ്റെ സംവിധാനമാക്കി തരാമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഇന്ന് വന്നത്. ആംബുലൻസ് എല്ലാം സംവിധാനം എല്ലാം ഏർപ്പാടാക്കി ഇപ്പോൾ 7:15 ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. KSRTC ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. വലിയ പ്രതിസന്ധിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചുരുക്കം ഓട്ടോറിക്ഷകളാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സർവീസ് നടത്തുന്നത്. പക്ഷെ അത് മുഴുവൻ സമയമൊന്നും ഉണ്ടാകില്ല. ആദ്യമേ കുറച്ച് സമയമൊക്കെ ഓട്ടം നിർത്തും, ഓട്ടം അവസാനിപ്പിക്കുമെന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാനുള്ള ജീവനക്കാരൊക്കെ തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. നേരത്തെ പോലീസ് വാഹനത്തിൽ കുറച്ച് ആളുകളെ, വളരെ അത്യാവശ്യം ഉള്ള യാത്രക്കാരെ കൊണ്ടുപോയിരുന്നു. പിന്നീട് പോലീസും അങ്ങനെ ആൾക്കാർക്ക് വേണ്ടി സർവീസ് നടത്തിയില്ലെന്നതാണ്. ഇപ്പോൾ ഏതായാലും പോലീസിന്റെ ഒരു വാഹനം ഇവിടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളും മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള എങ്ങനെ പോകും? അവരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ആശുപത്രി വാഹനമാക്കിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരമായി? ഞങ്ങൾ 6:30 ഇവിടെ എത്തിയതാണ്. ഇന്ന് എത്ര മണി ഷിഫ്റ്റ് കയറേണ്ടവരായി? 7:30 ഷിഫ്റ്റിന് കയറേണ്ട ആളാണ്. സമയമായി. നമ്മളെല്ലാവരും ലേറ്റ് ആകുന്നത് ആശുപത്രിയിൽ ബുദ്ധിമുട്ടാവുമോ? ബുദ്ധിമുട്ടാവുമല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. സാധാരണ ഒരു സർക്കാർ ആശുപത്രിയിൽ എത്ര ജനങ്ങൾ വലയും എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതുപോലൊരു അവസരം വരുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് ബുദ്ധിമുട്ടാറുള്ളത്. പൊതുജനങ്ങൾ എല്ലാ തവണയും ഇതുപോലെ തന്നെയാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പോഴും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ സമരമുറയ്ക്ക് യാതൊരു മാറ്റവുമില്ലാതെ ഈ നാട്ടിൽ തുടരുന്നു എന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് അവർക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം, അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം, അങ്ങനെ എല്ലാം നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഈ സമരം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടരുന്നു. ഇംതിയാസ് കരീം കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ഇംതിയാസ്, എന്താണ് നിലവിലെ സ്ഥിതി? KSRTC സ്റ്റാൻഡിൽ ആ രീതിയിൽ തന്നെ ആളുകൾ, അധികം ആളുകൾ ബസ്സിനായിട്ട് കാത്തിരിക്കുന്നു. ബസ് ഒരുപക്ഷെ ഇവിടെയൊക്കെ ചോദിക്കുമ്പോൾ, അധികൃതരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് ഒരു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ബസ് ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഇന്ന് ബസ്സില്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ റൂം എടുത്ത് താമസിക്കേണ്ടി വരും എന്നുള്ള രൂപത്തിലൊക്കെയാണ് പലരും കാര്യങ്ങൾ പറഞ്ഞത്. ചേട്ടാ, ഇതിപ്പോൾ ഏതെങ്കിലും ബസ് ഇവിടുന്ന് സർവീസ് നടത്തിയോ? സർവീസുകൾ വണ്ടി പോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട്. ഏതൊക്കെ വണ്ടി പോയി? രാത്രി മുതൽ വന്നു ബസ്സുകൾ ഏതെങ്കിലും ഓടി തുടങ്ങിയോ? ഓടുമോ ഇന്ന് ഏതെങ്കിലും? നമ്മളെ കോഴിക്കോട് ഡിപ്പോ എന്ന ബസ്സുകളൊന്നും ഓടുന്നില്ല. പിന്നെ ദൂരെ നിന്ന് വരുന്ന ബസ്സുകൾ യാത്രക്കാരെ ബുദ്ധിമുട്ട് പരിഗണിച്ച് നമ്മൾ തടയാനൊന്നും നോക്കുന്നില്ല. കുറെ അധികം യാത്രക്കാർ ഇപ്പോൾ ഇവിടെ ബസ്സിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തൊരു പണിമുടക്കാത് ഒരുവിധം യാത്രക്കാർക്ക് മുഴുവനും അറിയാം. ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങൾക്ക് അറിയുന്നത് ഇന്ന് ദേശീയ പണിമുടക്കാണ്. വാഹനങ്ങൾ മിക്കവാറും ഓടില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ വന്നുപെട്ട യാത്രക്കാരെ ഒരു ബസ്സും നമ്മളിവിടെ തടയുന്നില്ല. വരുന്ന ബസ്സുകൾ പോകുന്നുണ്ട്.